ഹലോ, അസ്സലാമു അലൈക്കും. നൈമോ സ്ട്രീം വ്ളോഗിൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പാരൽസ് പാൻറ്റിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു പാൻറ്റിനെ കട്ട് ചെയ്യുന്നതെന്ന് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബോട്ടം ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെങ്ത് കുറവുള്ള തുണിയായിരുന്നു. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പീസിനെ വെച്ചിട്ടാണ് നമ്മൾ ബോട്ടത്തെ അടിച്ചുള്ളിലേക്ക് മറിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത തുണിയെ കാലിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡിലായിട്ട് വെച്ചു, അതായത് നല്ല വശങ്ങളെ തമ്മിൽ ചേർത്ത് വെച്ചു അടിച്ച് നമ്മൾ തിരിച്ചുള്ളിലേക്ക് മടക്കി വെച്ചിട്ടായിരിക്കും അത് തയ്ക്കുന്നത്. നമ്മൾ എക്സ്ട്രാ വെച്ച പീസിനെ മടക്കിയല്ല നൂത്ത് വെച്ചിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. അതിനുശേഷമായിരിക്കും നമ്മളിതിനെ ഉള്ളിലേക്ക് മടക്കേണ്ടത്. നമ്മളങ്ങനെ എക്സ്ട്രാ ഇറക്കം ഇല്ലാത്തത് കൊണ്ട് വെച്ച് ചേർത്ത ഒരു പീസാണിത്. കണ്ടോ, നമ്മളിതിനെ വെച്ച് ചേർത്തു. അതിനുശേഷം ടോപ്പ് സ്റ്റിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു എൻഡിനെ ഒന്ന് മടക്കി നമ്മൾ ഈ വെച്ച പീസിനെ ഫുള്ളും ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് പടി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാലിൻ്റെ ബോട്ടം ഫിനിഷ് ആകും. ഇനി നമുക്ക് ഫുള്ള് തുണി ഉള്ളവരാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ലെങ്ത് കഴിഞ്ഞ് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിടുന്നത് ആ പീസിനെ ഇതുപോലെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കി തയ്ക്കുക. ഇത് എക്സ്ട്രാ വെച്ചത് നമുക്ക് ലെങ്ത് കുറവായതിൻ്റെ പേരിൽ. എൻഡിൽ നിന്ന് തയ്ച്ചു. അപ്പോൾ നമ്മുടെ 2 കാൽ ബോട്ടങ്ങളും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 സീറ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സീറ്റിനെ തയ്ച്ച് ഈ ക്രോച്ച് വിട്ടെടുത്ത ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് നിർത്തുക. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും തയ്ച്ച് നമ്മൾ ഫിനിഷ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനെ ഈ 2 സീറ്റുകളെയും തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ലെങ്ത് കുറവായതുകൊണ്ട് നമ്മൾ കാലിൻ്റെ അടിയിലെ പടി വെച്ച് ചേർത്ത് അതേപോലെ തന്നെ ബെൽറ്റിനാവശ്യമായ പടിയെ നമുക്ക് വെച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു 2 ഇഞ്ച് അല്ലെ 2.5 ഇഞ്ച് വീതിയിലും ഇതിൻ്റെ ആവശ്യത്തിനുള്ള നീളത്തിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മൾ ബെൽറ്റിന് വേണ്ടിയിട്ട് വെച്ച ആ പീസിനെയും മുകളിലേക്ക് വെച്ച് ജോയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് അടിച്ച് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വിട്ട ഭാഗത്തെയും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം എങ്ങനെയാണ് നമുക്ക് ബെൽറ്റ് വെക്കുന്നത്, ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൂടെ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള പടിയേയും വെച്ചിട്ട് ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കാൽബോട്ടത്തിൽ നിന്നും അടുത്ത കാൽബോട്ടം വരെ അടിച്ച് പാൻറ്റിനെ ഒന്ന് ഫിനിഷ് ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മൾ മുകളിൽ എലാസ്റ്റിക് വെക്കുന്നത്. നമുക്ക് കാൽബോട്ടം അടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇതിന് എലാസ്റ്റിക് വെക്കുന്നതെന്നും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആ കാൽബോട്ടത്തിനെ ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിലോട്ട് എലാസ്റ്റിക് വെക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പാരൽസ് പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ബോട്ടവും കൂടി ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് എലാസ്റ്റിക്കിൻ്റെ അളവ്, അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് എലാസ്റ്റിക് എടുക്കേണ്ടതിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ കാലിൻ്റെ ബോട്ടവും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അളവ് എങ്ങനെയാണെന്നുകൂടി ഒന്ന് നോക്കാം. നമുക്ക് 1.5, 1.25, 1 ആ ഒരു ലെവലിലുള്ള എലാസ്റ്റിക് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇതൊരു 1.25 ഇഞ്ച് വീതിയുള്ള ഒരു എലാസ്റ്റിക്കാണ്. അപ്പോൾ എലാസ്റ്റിക് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു നീളമെന്ന് പറഞ്ഞാൽ നമ്മളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ, അതായത് നമുക്ക് പാൻറ്റ് ഇടുന്ന ഒരു റൗണ്ട് ഉണ്ടാവും, ആ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 4 ആക്കുക. ഇപ്പോൾ 40 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് ഉള്ള ഒരാൾക്കാണെങ്കിൽ 10 ഇഞ്ചിനെ മൈനസ് ചെയ്യുക. ശേഷം ഉള്ള 30 ഇഞ്ച് പ്ലസ് 1-1.5 ഇഞ്ച് എക്സ്ട്രാ കൂടി കൂട്ടിയായിരിക്കും എടുക്കേണ്ടത്.
അങ്ങനെ ഓരോ അളവിനെയും എടുക്കുക, ആ അളവിനെ 4 ആക്കുക, അതിൽ നിന്ന് ഒരു ഭാഗത്തെ കുറയ്ക്കുക. ശേഷം കിട്ടുന്ന അളവിനോടൊപ്പം 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ചേർത്തുള്ള ഒരളവായിരിക്കും നമുക്ക് ഇലാസ്റ്റിക് എടുക്കേണ്ടുന്ന ഒരു നീളമെന്ന് പറഞ്ഞാൽ. വീതി ഓൾറെഡി നമുക്ക് ഏതാണോ കിട്ടിയത് അതായിരിക്കും. അപ്പം ഇനിയും 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഈ പറഞ്ഞ അളവിനേക്കാളും 1 ഇഞ്ച് കൂടി കൂടിയെടുക്കണം. കാരണം കുറച്ചും കൂടി ഒരു തിക്നെസ്, വലിവ് കുറവായിരിക്കും വീതി കൂടുന്നതനുസരിച്ച്. അപ്പോൾ ഇത്തിരിയും കൂടെ കൂട്ടിയെടുക്കുക. അപ്പം എലാസ്റ്റിക് എടുക്കുന്നൊരു മെത്തേഡ് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ എലാസ്റ്റിക്കിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇതിൻ്റെ 2 വശങ്ങളെയും കൂടി ഇത് ഇങ്ങനെ 1/2 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതേപോലെ ഒരു റൗണ്ടാക്കി എടുക്കുക. അതിനുശേഷം ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ എലാസ്റ്റിക്കിനെ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ പോകും. നമ്മൾ റൗണ്ട് ചെയ്തെടുത്ത എലാസ്റ്റിക്കിനെ എടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് എക്സ്ട്രാ ഉള്ളതാണേലും വെച്ച് ചേർത്തതാണെങ്കിലും ആ ഒരു പീസിനെ ഇത് ഇങ്ങനെ ഒന്ന് മടക്കി ഈ ഒരു എന്താ പറയുക എലാസ്റ്റിക്കിനെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ മടക്കി തയ്ക്കുന്ന സമയത്ത് ഈ എലാസ്റ്റിക്കിൽ തയ്യൽ കൊള്ളാത്ത രീതിയിലായിരിക്കണം തയ്ച്ച് വരേണ്ടത്. നമ്മളിങ്ങനെ തയ്ച്ച് വരുന്ന സമയത്ത് എലാസ്റ്റിക്കിൽ തയ്യൽ കൊള്ളാൻ പാടില്ല. നമ്മൾ ഓരോ പ്രാവശ്യവും ഇതിനെ ഇങ്ങനെ ഒന്ന് കറക്കി റൗണ്ട് ചെയ്ത് ഇതേപോലെ തയ്ച്ചാണ് വരേണ്ടത്. ഇങ്ങനെ വന്നിട്ട് ഇത് ഓരോ ഭാഗം വരുമ്പോഴും എലാസ്റ്റിക് കുറവും തുണി കൂടുതലുമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ വലിച്ചെടുത്ത് തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എലാസ്റ്റിക്കിനെ തയ്യൽ കൊള്ളാത്ത രീതിയിൽ തയ്ക്കാൻ പറയുന്നത്. അപ്പം അങ്ങനെ നമുക്കിതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് തയ്ച്ചെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ എലാസ്റ്റിക്കിൽ കൊള്ളാത്ത രീതിയിൽ ഈ ഒരു ഇതിനെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചിടത്ത് ചുരുക്കം കൂടുതലും കുറച്ചിടത്ത് കുറവും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അത് മാറുന്നതിന് വേണ്ടി ശരിക്കും ഇതിനെ നമ്മളൊന്ന് ഷേക്ക് ചെയ്യുക എന്ന് പറയാം. കണ്ടോ, ശരിക്കും ഇതിനെ കുലുക്കി ഈ തുണി ഇങ്ങനെ നമ്മൾ ഷേക്ക് ചെയ്ത് ഈ എലാസ്റ്റിക്കിൽ ഉള്ള തുണിയെ എല്ലാം ഒരേ ലെവലിൽ നമ്മൾ ആക്കി കൊണ്ടുവരും. കണ്ടോ, അപ്പം ഇങ്ങനെ വന്നതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇതിലേക്ക് ഇങ്ങനെ സെൻറ്ററിലൂടെ ഒരു തയ്യൽ നമ്മൾ തയ്ക്കും. ഈ തയ്ക്കുന്ന സമയത്ത് ശരിക്കും വലിച്ചു പിടിച്ച് തയ്ക്കുക. ഈ തയ്ക്കുന്നതിന് മുന്നായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ തുണിയുടെ അളവിനെ എല്ലാ ഭാഗത്തും നമ്മൾ ഒരേപോലെ കൊണ്ടുവരിക. അതിന് ശേഷമായിരിക്കണം സെൻറ്ററിൽ കൂടെ അടിക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ആ തുണിയെല്ലാം ഒരേ ലെവലിൽ ഒന്ന് ഷേക്ക് ചെയ്താക്കിയതിന് ശേഷം ഇനി നമുക്ക് സെൻറ്ററിലൂടെ, അതായത് നമ്മുടെ ഈ ഒരു എലാസ്റ്റിക് തിരിഞ്ഞും മറിഞ്ഞും നമ്മൾ കഴുകുന്ന സമയത്ത് ഒന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി ഇതിനെ സെൻറ്ററിൽ കൂടി തയ്ക്കും. ഈ തയ്ക്കുന്ന സമയത്ത് ഒരേ ലെവലിൽ കണ്ടോ ഇങ്ങനെ വലിച്ചായിരിക്കണം തയ്ക്കണം. നല്ല രീതിയിൽ ആ എലാസ്റ്റിക്കിനെ വലിച്ചു പിടിച്ചേ തയ്ക്കാവുള്ളൂ. ഇങ്ങനെ കാണാമല്ലോ, ഈ ഒരു ലെവലിൽ ഇത്രയും നീളത്തിൽ തന്നെ വലിച്ചു പിടിച്ച് നമ്മൾ സെൻറ്റർ ഫുള്ള് തയ്ച്ച് റൗണ്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആ എലാസ്റ്റിക്കിനെ സെൻറ്ററിൽ കൂടെ ഒക്കെ ഒന്ന് അടിച്ചു നമ്മൾ കറക്റ്റായിട്ട് ഇതിനൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാരൽസ് പാൻറ്റ്. നമുക്ക് വെട്ടാനും തയ്ക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ളൊരു പാൻറ്റാണ് പാരൽസ് പാൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.